അങ്ങനെ ഫൈനലി ഞാനും ട്രൈ ചെയ്തു. നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ക്രോസോണിൻ്റെ ഉള്ളിൽ ഐസ്ക്രീം സ്റ്റഫ് ചെയ്ത് വെച്ച് കഴിക്കുന്ന ട്രെൻഡ്. ഇതിന് നമുക്ക് ബട്ടർ ക്രോസോണൊക്കെയാണ് വേണ്ടത്, പക്ഷേ എനിക്ക് നിലവിൽ ഇതാണ് കിട്ടിയത്. അതുകൊണ്ടിട്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഫസ്റ്റ് തന്നെ നമ്മളിങ്ങനെ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ഞാനെടുത്ത ക്രോസോൺ അത്യാവശ്യം സോഫ്റ്റ് ആയതുകൊണ്ടിട്ട് തന്നെ ഹോൾ ഉണ്ടാക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക് ആയിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഈ ചോക്കോ ബാർ സ്റ്റഫ് ചെയ്ത് വെക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് സോഫ്റ്റ് ആയ കൊണ്ടിട്ട് കുറച്ച് പാടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ഞാനത് ഒപ്പിച്ചു. ഇനിയാണ് നമ്മുടെ മൊമെന്റ് ഓഫ് ട്രൂത്തിൻ്റെ സമയം. ഇത് ആക്ച്വലി കൊള്ളാവില്ല എന്നുള്ളത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. സംഭവം ആക്ച്വലി കൊള്ളാം, ഔട്ട് ഓഫ് ദ വേൾഡ് എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്. നമ്മളൊട്ടും എക്സ്പെക്ട് ചെയ്യാത്ത പോലത്തെ ഒരു ടേസ്റ്റ് ആയിരുന്നു ഇതിന്. ഇനി നമ്മുടെ ഒറിജിനൽ ബട്ടർ ക്രോസോണിലൊക്കെ വെച്ച് ട്രൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ടേസ്റ്റ് എന്ന് അറിയത്തില്ല. പിന്നെ എന്നെ പോലെ സെൻസിറ്റിവിറ്റിയുടെ ഇഷ്യൂസ് ഒക്കെ ഉള്ളവർ അധികം ഇതങ്ങൾ അനുകരിക്കണ്ട. നല്ല അടിപൊളിയായിട്ട് പല്ലൊക്കെ സെൻസിറ്റീവ് ആവുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വലിയ ചിലവൊന്നുമില്ല. 20 റുപ്പീസിൻ്റെ ഒരു ക്രോസോണും പിന്നെ ഒരു 40 രൂപയുടെ ഐസ്ക്രീമും വാങ്ങിച്ചാൽ മതി. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം.